ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ മസാല ദോശയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിനല്ലോ, പുതിയ പാത്രങ്ങളൊക്കെ കിട്ടി. ആ ഒരു ദിവസത്തെ ഉച്ചക്കത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ഉച്ചക്കത്തെ അല്ല, ഒരു രാവിലെ 10 മണി മുതൽ കുറച്ച് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവെക്കുക. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മീൻകാരനൊക്കെ വന്നിട്ടുണ്ടേനും. അപ്പോൾ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ചെറിയ അയിലുണ്ടല്ലോ, അതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ മക്കളൊക്കെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചു. എന്നിട്ടാണ് ചോറൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 9:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറി ഒക്കെ ഉണ്ടാക്കണം. നമുക്ക് പണിക്കാരനുണ്ട് കേട്ടോ, നമ്മളെ അടുത്തുള്ള ബാബുവേട്ടനുണ്ട് പണിക്ക്. പിന്നെ തെങ്ങിനൊക്കെ തടം തുറക്കാനും, അതേപോലെ നമ്മളെ താഴെ ഭാഗത്തുള്ള തോടൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ബാബുവേട്ടനെ വിളിച്ചതാണ്. അപ്പോൾ ബാബുവേട്ടന് വേണം ചായയൊക്കെ കൊടുക്കുക. അപ്പോൾ രാവിലെ നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കിനല്ലോ, അപ്പോൾ മസാല ദോശയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അത് മതി എന്ന് പറഞ്ഞ്, ചിലപ്പോൾ കഞ്ഞിയൊക്കെയാണ് കുടിക്കൽ. ഇങ്ങനെ പണിക്കൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത് ചായയും കടയും എന്താ വേണ്ടിയേ ചോദിക്കുമ്പോൾ കഞ്ഞിയാണ് ഇഷ്ടം എന്ന് പറയും ചിലപ്പോൾ. അപ്പോൾ മസാല ദോശ ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ മതി പറഞ്ഞു. അങ്ങനെ വേഗം എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചു. അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ചോറിന് വെള്ളമൊക്കെ വെച്ചിക്കണമല്ലോ, അപ്പോൾ ഇനി വേഗം അരി കഴുകിയിട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ സ്റ്റോക്ക് റൂമിലേക്ക് സാധനങ്ങൾ വരുന്നതുകൊണ്ട് അത് എടുത്തേക്കാനും വാങ്ങിക്കാനൊക്കെ പോകണം. പിന്നെ വീണ്ടും ഞാൻ വീട്ടിൽ തന്നെ വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുന്നതിൻ്റെ അടിയിലാണ് ഓരോ പ്രൊഡക്റ്റും കൊണ്ടുവരുന്ന ഓരോ എമ്മിമാരാണ് കൊണ്ടുവരിക. അപ്പോൾ അവർ വരുമ്പോൾ കരുളായിലേക്ക് എത്താനാകുമ്പോൾ എനിക്ക് വിളിക്കും. അപ്പോൾ ആ സമയത്ത് വേഗം ഓടിപ്പോയി, വണ്ടി ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, ഓടല്ല കേട്ടോ, വണ്ടിമേലാണ്. എന്നാലും പോയിട്ട് അത് തുറന്നു കൊടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ പിന്നെയും ഇങ്ങോട്ട് തന്നെ പോരും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് പിന്നെയും വേറെ എമ്മിമാർ വിളിക്കും. അപ്പോൾ പിന്നെയും പോവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ വീട്ടു ജോലിയും കഴിയണം. അപ്പോൾ ഈ ഒരു തോട് രാവിലെ തന്നെ ഇവിടെ നിന്നാണ് കേട്ടോ പണി തുടങ്ങിയത്. തോട് നന്നാക്കിയിട്ടുണ്ട്. തോടിൻ്റെ അവിടെയൊക്കെ പാമ്പ് ഉണ്ടായിട്ടാണ്, ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പം നമ്മളെ മക്കളാണെങ്കിൽ ഈ തോടിൻ്റെ പക്കത്ത് കൂടെയൊക്കെ പോവും. അപ്പോൾ അവനവൻ്റെ ഭാഗം അവനവൻ നന്നാക്കലാണ്. പിന്നെ തോട്ടിൽ വലിയൊരു മീനുണ്ട് പറഞ്ഞാണ് ബാബോട്ടൻ വിളിച്ചതാട്ടോ. മീൻ വേണോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ പോയി നോക്കിയതാണ്. അപ്പം മീനിനെ കിട്ടിയതൊന്നുമില്ല. അത് മടയിലോ അവിടെയോ ഒളിഞ്ഞു തോന്നുന്നുണ്ട്. പിന്നെ അതിനെ കണ്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ വേഗം മീൻ നന്നാക്കണം. അപ്പോൾ മീൻ നന്നാക്കാൻ ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അരക്കണ കല്ലും വരുന്നാണ്ടാണ് മീൻ നന്നാക്കുന്നത്. ഈ തോട് കാണുന്നത് ചില കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാണ്. എന്നോട് കമൻറ്റ് ബോക്സിൽ പറയലുണ്ട് ആ തോടൊന്ന് കാണിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തോട് ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിൽ കാണിക്കാഞ്ഞത്, തോടിൽ വള്ളിയൊക്കെ അങ്ങോട്ട് ആകെ അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ വള്ളി ഇങ്ങനെ പടർന്നിട്ടേ വെള്ളമൊന്നും ശരിക്കും പോവാതെ കെട്ടി കിടക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കൊതുകൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വൃത്തിയാക്കാൻ എനിക്കാണെങ്കിൽ അതിൽ ഇറങ്ങാനും പേടിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ പാമ്പിൻ്റെ ശല്യം ഉണ്ടായതുകൊണ്ടാണ്. ഇടയ്ക്കിടയ്ക്ക് പാമ്പുണ്ടാവും. ഞാൻ തന്നെ വീഡിയോയിൽ കാണിക്കലുണ്ടല്ലോ, നിങ്ങൾ കാണലുണ്ടാവും. അപ്പോൾ ആദ്യം ഞാനും മക്കളൊക്കെ കൂടിയിട്ട് തന്നെയാണ് അതൊക്കെ നന്നാക്കിയത്. ഇപ്പോൾ പിന്നെ ടൈമും ഇല്ല, വീട്ടിലത്തെ ജോലികൾ തന്നെ എടുക്കാം. അപ്പോൾ ടൈം കിട്ടുന്നില്ല. നമ്മൾ പുറത്തത്തെ വർക്കും ഒക്കെ ചെയ്യണതുകൊണ്ട് സമയമേ ഇല്ല കേട്ടോ. അപ്പോൾ 24 മണിക്കൂറൊന്നും തികയണില്ല എന്ന് പറഞ്ഞ പോലെയാണ്. എന്നാലും നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ നോക്കലുണ്ട്. ഒന്നും പെൻഡിങ്ങിലിടലൊന്നുമില്ല. ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലുമൊക്കെ പെൻഡിങ്ങിലാക്കിക്കിടുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം റെഡിയാക്കാനും നോക്കലുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസം കേട്ടോ. നല്ല തെളിഞ്ഞൊരു ദിവസം, വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ മഴയൊക്കെ പോയി തോന്നുന്നുണ്ട്. മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് തൊടിക്കൊന്നും നോക്കാൻ തന്നെ കഴിയൂല. അങ്ങനെ ഇലയൊക്കെ ചീഞ്ഞ് കിടക്കുമ്പോൾ ഒരു വൃത്തികേടാണല്ലോ. നേരെ മറിച്ചൊന്ന് വെയിലരച്ച് കഴിഞ്ഞാൽ തൊടിക്കൊക്കെ ഇങ്ങനെ ഉണങ്ങി കിടക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഒന്ന്. അപ്പോൾ മീനൊക്കെ നന്നാക്കി അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കൈയൊക്കെ നല്ലോണം കഴുകി മീൻ നന്നാക്കിയാൽ പിന്നെ കൈയിൻ്റെ സ്മെല്ല് അങ്ങോട്ട് പോയി കിട്ടൂല. മീനിൻ്റെ ആ സ്മെല്ല്. അപ്പോൾ നല്ലോണം കൈയൊക്കെ കഴുകി ബാബോട്ടന് ചായയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ മസാല ദോശയും പിന്നെ ചട്നി ഉണ്ടായിനും, പിന്നെ ചൂടിലെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചായയും കടിയൊക്കെ ഞാൻ ബാബോട്ടനെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അകൊക്കെ അടിച്ചു വാരണോ, ചിഞ്ചുമോൾ അടിച്ചു വാരുന്നുണ്ട് കേട്ടോ. അകൊക്കെ ചിഞ്ചുമോൾക്ക് ഇന്ന് ക്ലാസ്സില്ല, ഓൾക്ക് ഇനി തിങ്കളാഴ്ച ഉള്ളൂ ക്ലാസ്. അപ്പോൾ ഓളും കൂടെ ഉണ്ടായപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ഓളും എടുത്തോളും. നമ്മളൊന്നും അങ്ങോട്ട് വല്ലാതെ പറയാൻ പാടില്ല കേട്ടോ. എന്തെങ്കിലും ഒരു പണി എടുക്കാൻ പറഞ്ഞാൽ അതിന് ഭയങ്കര മടിയാണ്. നേരെ മറിച്ച് കണ്ടറിഞ്ഞെടുക്കുമല്ലോ. അപ്പോൾ അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ ചൂലൊക്കെ എടുത്ത് അങ്ങനെ അടിച്ചു വാരുമല്ലോ. അങ്ങനെ ആകുമ്പോൾ ഒരു മടിയില്ലാതെ എടുക്കും. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ ചിലപ്പോൾ ഒരു മടിയാണ്. അപ്പം ഇന്നിപ്പോൾ എന്തായാലും അടിച്ചു വാരിയൊക്കെ തരുന്നുണ്ട്. അപ്പോഴത്തേന് ചോറും വന്നിട്ടുണ്ടായിന് കേട്ടോ. ചോറ് വന്നപ്പോൾ പിന്നെ വേഗം ഞാൻ ചോറ് ഊറ്റി വെക്കുന്നുണ്ട്. അപ്പോഴത്തേന് കോള് വന്നിക്കണ്, സ്റ്റോക്ക് റൂമിലേക്ക് സാധനം കൊണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഓടണം.
അപ്പോൾ ചോറ് ഊറ്റി വെച്ചിട്ട് പോയാൽ പിന്നെ ആ ഒരു ബേജാറില്ല. മറ്റേത് ചോറ് ഓളൊന്നും ഊറ്റാനാക്കാൻ പറ്റില്ല, ചിഞ്ചുമോളൊന്നും. ചോറൊക്കെ പായസമാവും വരുമ്പോഴത്തേന്. അപ്പോൾ വേഗം ചോറ് ഊറ്റി വെച്ചാണ്ട് അതൊന്ന് വെള്ളമൊക്കെ പൊട്ടിച്ച് അങ്ങനെ വാങ്ങി വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ജോബിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുമോയെന്ന് കുറേ കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ പറയലുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ചെയ്യുന്നുണ്ട്. തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇനിയിപ്പോൾ 2-3 ദിവസം തിരക്ക് തന്നെയാവും. അങ്ങനെ ഈ ഷോപ്പിക്ക് സാധനങ്ങൾ വരുന്നതുകൊണ്ട് അത് എടുത്തു വെക്കണം. ഇപ്പോൾ അടുത്ത മാസം ഓണമല്ലേ, അപ്പോൾ ഓണമാകുമ്പോഴത്തേന് HSOമാർക്ക് സാധനങ്ങൾ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നേരത്തെ സാധനമൊക്കെ ഇറക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ സ്റ്റോക്ക് റൂമിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇതിങ്ങനെ ഓരോ പ്രൊഡക്റ്റുകൾ ഓരോ എമ്മിമാരാണ് കൊണ്ടുവരിക. ഇതിപ്പോൾ കേശികയാണ് കേട്ടോ, നമ്മൾ ഹെയർ ഓയിലാണ് തലയിൽ തേക്കണേ. അത് വലുത് ചെറുത് അതേപോലെ ടോയ്ലറ്റ് ക്ലീനറൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ വീട്ടിലെത്തി. അപ്പോൾ ഇതാ ബാവോട്ടം ഇവിടെ തെങ്ങിന് തടം തുറന്നപ്പോഴേ മുന്നത്തെ തെങ്ങ് നമ്മളെ കിണറിൻ്റെ ഭാഗത്തൊരു ചെറിയ തെങ്ങുണ്ടായി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തടം തുറന്നപ്പോൾ അതിൽ ഒരു പാമ്പിനെ കിട്ടിയിട്ടുണ്ട്. പാമ്പിൻ്റെ കുട്ടിയാണ്. അപ്പോൾ അത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ചിരട്ടയൊക്കെ ഇട്ടാണ്ട് മൂടി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്കത് തുറന്ന് കാണിച്ചു തന്ന്. ഈ തെങ്ങും കുഴിയിൽ നിന്നാണ് കിട്ടിയത് പറഞ്ഞു. അപ്പോൾ അത് കുട്ടിയാണെങ്കിൽ ഇപ്പം അതിൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെ അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ടാവും. നമ്മളെ മക്കളാണെങ്കിൽ ഇങ്ങനെ ഓടി കളിക്കുന്ന സ്ഥലമാണ്. അങ്ങനെയൊക്കെയാണ്. എന്തായാലും പഠിച്ചോൻ കാക്കട്ടെ. പിന്നെ അതാ ഒരു ഉപ്പ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളതിൽ വരുന്നതാണ്, ഈ എത്തിങ്ങാന പിരിവിന് വരുന്നതാട്ടോ. അപ്പോൾ ആ അപ്പപ്പ അവിടെയാണ് ഇരിക്കല്. ഇപ്പപ്പാന്ന് ഞാൻ പറയാൻ കാരണം നമ്മളെ ഐഫക്കുട്ടി ഇപ്പപ്പാന്നാണ് അതിനെ വിളിക്കല്. അപ്പം ഇന്ന് ഐഫക്കുട്ടി എവിടെയാ ചോദിച്ച്, ഓള് സ്കൂൾക്ക് പോയിക്കാണെന്നും പറഞ്ഞ്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കുഴക്കൊക്കെ മാറ്റിയിരിക്കും സിറ്റ് ഔട്ടിൽ. അങ്ങനെ കുറച്ച് നേരം അതിനോട് വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ കിച്ചണിക്ക് വേഗം ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നെയ്മീൻ ഉണ്ടായിനും ഫ്രിഡ്ജിൽ. അത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിന് കേട്ടോ, ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐസൊക്കെ വിട്ട് അപ്പോൾ അതിക്ക് ഞാൻ മസാലയൊക്കെ തേച്ച് വെക്കുകയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ കല്ലുപ്പാണ് കേട്ടോ അധികം യൂസ് ചെയ്യൽ. കല്ലുപ്പ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു നീരിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ആദ്യമൊക്കെ ഒരു ഇതേനും ഉപ്പ് കൂടും അല്ലെങ്കിൽ കുറയുന്നൊക്കെ ഉള്ളൊരു പേടിയാണ്. ഇപ്പം അങ്ങനെ ശീലമായിട്ടോ. കറികൾക്കൊക്കെ കല്ലുപ്പ് ഇട്ട് കൊടുത്ത് നോക്കോണ്ടി. പൊടിപ്പ് ഇട്ട് കറി ഉണ്ടാക്കണ കാട്ടിലും ടേസ്റ്റാണ് കേട്ടോ കല്ലുപ്പ് കൊണ്ട് കറി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടി. എനിക്ക് നല്ലോണം ടേസ്റ്റ് വ്യത്യാസം തോന്നിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കോണ്ടി. ഞാൻ കല്ലുപ്പ് യൂസ് ചെയ്യലുണ്ട്, പക്ഷേ ഈ മീനൊക്കെ ഫ്രൈ ചെയ്യുമല്ലോ അപ്പം കല്ലുപ്പൊരി ഗതികേടാണ്. അപ്പം ഞാൻ പൊടിപ്പാണ് യൂസ് ചെയ്യൽ. അപ്പം ഇപ്പം കല്ലുപ്പ് കൊണ്ട് തന്നെയാണ് കേട്ടോ അതൊക്കെ ചെയ്യൽ. ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. പിന്നെ ഞാൻ മീൻ കറി ഉണ്ടാക്കുകയാണ്. നമ്മൾ ചോറ് അടുപ്പിൽ കനലൊക്കെ ഉണ്ടായിന്. അപ്പോൾ അവിടെ മീൻ കറി വെക്കാനുള്ള മൺചട്ടിയൊക്കെ വെച്ചിനി. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടേനും അത് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് 2 വറ്റൽമുളകും അതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനും അതും ഇട്ട് കൊടുത്തു. അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മീൻ കറി കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് കളർ ഇങ്ങനെ മാറി വരുമല്ലോ, ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സവാള ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കട്ടോ. സവാള ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തേക്കാണ്. ഒരു സവാള എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും ചെറിയ ഉള്ളിയും ഇതൊക്കെ നല്ലോണം വഴന്ന് വരണം. അപ്പോഴാണ് മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ എന്തായാലും ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് വേറെ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണില്ല, ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. ലാസ്റ്റ് വറവ് ഇട്ട് കൊടുക്കുമല്ലോ, അങ്ങനെയൊന്നും ചെയ്യണില്ല. അപ്പോൾ ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടേനും. അങ്ങനെ ആ സവാളയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് 2 തക്കാളി ഉണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടേന്. പഴുത്ത 2 തക്കാളി നോക്കി എടുത്തിട്ടുണ്ടേന്. അപ്പോൾ ആ ഒരു തക്കാളി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചു കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ തേങ്ങ അരക്കാത്ത കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറി കുറച്ച് കുറുകിയ കറിയായിട്ട് കിട്ടും ചെയ്യും തക്കാളിയൊക്കെ അരച്ച് ചേർക്കുമ്പോൾ. അങ്ങനെ തക്കാളിയൊക്കെ അരച്ച് കൊണ്ടുവന്നു. പിന്നെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനതൊന്ന് തുറന്ന് നോക്കിട്ടോ. ഇപ്പോൾ ഇതായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ 2-3 പച്ചമുളക് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ കീറിയിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. അതേപോലെ കുറച്ച് മസാലപ്പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഫിഷ് മസാല എടുത്തിട്ടുണ്ടേനും. അങ്ങനെ ഒക്കെ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പൊടികളെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കിതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ചട്ടിയിൽ എണ്ണ കുറവാണെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് മസാലപ്പൊടികളൊക്കെ വെള്ളത്തിൽ കലക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിലിപ്പം എണ്ണയൊക്കെ നമ്മൾ ഈ ഒരു മൺചട്ടിയിൽ അങ്ങനെ പെട്ടെന്ന് അടി പിടിക്കൊന്നും ചെയ്യൂല, അങ്ങനെ കങ്ങിയ ടേസ്റ്റോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം
നമ്മളിതിലിങ്ങനെ ഇതേപോലെ എപ്പോഴും വഴറ്റിയാണ്ട് വെളിച്ചെണ്ണൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, വെളിച്ചെണ്ണ അങ്ങനെ കിനിഞ്ഞ് വരും ഇതിൽ, നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ചട്ടിൻ്റെ പോലെ അങ്ങനെ പെട്ടെന്നൊന്നും അടി പിടിക്കൂല. അപ്പോൾ മസാലപ്പൊടിയുടെ പച്ചമണ്ണൊക്കെ മാറി വന്നപ്പോൾ തക്കാളി അരച്ചതും ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കൊടുമ്പുളി വെള്ളത്തിലിട്ടീന് ഒരു 2-3 എണ്ണം. അപ്പോൾ അതും ആ വെള്ളത്തോട് കൂടിയിട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തിളച്ചിട്ട് മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി വേഗം മീൻ പൊരിച്ചെടുക്കും വേണം. അപ്പോൾ ഞാനിവിടെ അകത്ത് ഗ്യാസുമ്മൽ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എളുപ്പമാവാൻ വേണ്ടിയിട്ടാട്ടോ, അല്ലെങ്കിൽ മീൻ കറി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അവിടെ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഇതാ മീൻ കഷ്ണങ്ങളൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നിട്ടുണ്ടായിട്ട് അങ്ങനെ ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഇന്നലെ റിവ്യൂ വീഡിയോ ചെയ്തില്ലേ, കോംബോ കിറ്റ് കിട്ടീനല്ലോ ഇൻഡസ്വാലിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്തിട്ടില്ലേ, ഒരു ഫ്രൈ പാൻ ഉണ്ടായില്ലേ, ആ ഫ്രൈ പാനിലാണ് കേട്ടോ നമ്മൾ മീൻ പൊരിക്കണത്. അങ്ങനെ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ടായി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ മീൻ കറി വന്ന് നോക്കിയപ്പോൾ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു കുക്കിംഗ് ഉണ്ടല്ലോ, എത്ര സമയം നോക്കിയേക്കാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് മീൻ കറിയായി. അതേപോലെ തന്നെ മീൻ പൊരിച്ചും ചെയ്തു. പിന്നെ ഞാൻ പയറുപ്പേരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ചിഞ്ചുമോളെ കൊണ്ട് കുറച്ച് പയറും കൊണ്ടിരിപ്പിച്ചിട്ടോ. അവിടെ വീട്ടിലില്ലേ ഇനി പയർ, ഫ്രിഡ്ജിലൊന്നും ഇല്ല ഉപ്പേരി വെക്കാൻ നോക്കുമ്പോൾ. അപ്പോൾ ചിഞ്ചുമോള് കൊണ്ടുവന്ന് തന്ന പയർ, അപ്പോൾ അതും ഉപ്പേരി ഉണ്ടാക്കണം. അങ്ങനെ മീനൊക്കെ പിന്നെ ഒരു ഭാഗമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെലൊക്കെ ഇട്ട് കൊടുത്ത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ നെയ്മീൻ നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താൽ കേട്ടോ. കറി വെച്ചാൽ കുട്ടികൾക്കൊന്നും പറ്റൂല. കറി വെച്ചാൽ ഒരു പറയും അതൊരു വഴുവഴുപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറയും. നല്ലോണം മൊരിയിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു കഴിക്കും. അതുപോലെ തന്നെ ഫിഷ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതല്ലേ, മുള്ളൊന്നും അധികം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പയറൊക്കെ ചിഞ്ചുമോൾ കൊണ്ടുവന്ന് തന്നീനെ. അപ്പോൾ അതൊക്കെ എനിക്ക് കഴുകി അതുപോലെ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ഒക്കെ കൂടെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പം കഴിയും. ഒറ്റ പിടുത്തം പിടിച്ചാൽ മതി. അങ്ങനെ അത് ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തേങ്ങ ചിഞ്ചുമോള് ചിരകി തരുന്നുണ്ട്. പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിനി ഞാൻ. പിന്നെ കുറേ കൂട്ടുകാർ ഈ ഒരു ചട്ടിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചിനി. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ കയറിയാൽ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ ഒരു പ്രൊമോഷൻ വീഡിയോ അല്ലേ ഇത് ചെയ്യുന്നത്. അപ്പോൾ റേറ്റ് അവർ പറയണ്ടെന്നാണ് പറയൽ. കാരണം റേറ്റ് ഇങ്ങനെ ഓൺ ഓഫറൊക്കെ ആകുമ്പോൾ ഇങ്ങനെ മറിഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ലിങ്കിൽ കയറിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിലേറെ 12% ഡിസ്കൗണ്ട് ഉണ്ടാവും നമ്മൾ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുമ്പോൾ. പിന്നെ കുറേ കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ എനിക്ക് പാത്രം അയച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിനി. ഇൻഷാല്ലാ എല്ലാവർക്കും പാത്രം കിട്ടുന്ന രീതിയിലുള്ള ഗിവ് അവേ ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഞങ്ങളോട് പറഞ്ഞല്ലോ നമ്മളെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും കൂടുതൽ തരുന്ന ആൾക്കാരെ എല്ലാ മാസവും നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കുന്നുള്ളത്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ചെക്ക് ചെയ്യുമ്പോൾ, വൈറ്റ് സ്റ്റുഡിയോ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ പറ്റും. നമ്മൾ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കല്ലേ നമുക്ക് മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ്. പിന്നെ എല്ലാവർക്കും കൊടുക്കാൻ എനിക്ക് പൂതിയില്ലായിട്ടല്ല, പക്ഷേ എല്ലാവർക്കും കൊടുക്കാനൊന്നും എനിക്ക് കഴിയൂലല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കിട്ടിയ അപ്പം തന്നെ നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അത് നമുക്ക് ഇങ്ങനെ കൊളാബ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പ്രൊഡക്റ്റുകൾ അയച്ചു തരുന്നത്. അപ്പോൾ അവർ ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ ആ ഒരു പിന്നെ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ചില ആൾക്കാർക്ക് അറിയൂല. അവൾക്ക് കുറേ പാത്രങ്ങൾ കിട്ടുന്നുണ്ട്, അത് മാത്രമേ അറിയുള്ളൂ. ഇതിൻ്റെ പിന്നിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. അവർ വീഡിയോ ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീഡിയോ പബ്ലിക് ആക്കണതിൻ്റെ മുന്നേ അവർക്ക് നമ്മൾ ആ ഒരു വീഡിയോ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അവരത് ചെക്ക് ചെയ്തിട്ടേ വീഡിയോ പബ്ലിക് ആക്കാൻ പറയുള്ളൂ. അങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും അവൾക്ക് എല്ലാ മാസവും പാത്രങ്ങൾ കിട്ടുന്നുണ്ട്, ഇതൊക്കെ അവൾ എന്താ ചെയ്യണമെന്നൊക്കെ, അങ്ങനെയൊക്കെയുള്ള തോന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്വാഭാവികം, എനിക്കായാലും തോന്നും. അപ്പോൾ നമുക്കുമില്ലേ നമ്മളെ വീട്ടിലും ഇല്ലേ അനിയത്തി അതേപോലെ ആങ്ങളൻ്റെ വൈഫും ഉമ്മയും ഓരൊക്കെ അതേപോലെ പാത്രങ്ങൾ പഴയതാവുമ്പോഴായിട്ട് ഓരൊക്കെ കൊണ്ടുപോകലുള്ളൂ. അത്ര പുതിയതാവുമ്പോൾ അങ്ങനെ കൊണ്ടുപോകലില്ല, പഴയതാവുമ്പോഴാണ് കൊണ്ടുപോകല്. കാരണം എനിക്ക് വീഡിയോ ചെയ്ത് കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ പാത്രങ്ങൾ വേണം അവർ ചോദിക്കുന്ന സമയത്ത്. പിന്നെ ചില മാസം നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് തന്നെ പിന്നെയും കിട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ 2 എണ്ണമൊക്കെ ഉള്ളത് ഞാൻ അങ്ങനെ അയച്ചു കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കണ്ട. നിങ്ങളെന്തായാലും വീഡിയോ ഒക്കെ കണ്ട് കമൻറ്റും ലൈക്കൊക്കെ തന്നോളുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റിൽ വരുന്ന ആൾക്കാർക്ക് നമുക്ക് പാത്രങ്ങളൊക്കെ അയച്ചു കൊടുക്കാം. പിന്നെ ഞാൻ നിങ്ങളെ കമൻറ്റിന് ചിലപ്പോൾ റിപ്ലൈ തരാൻ വൈകും. കാരണം എൻ്റെ തിരക്ക് നിങ്ങൾക്ക് ശരിക്കും അറിയായിട്ടാണ്. എൻ്റെ പോലെ നിങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. കാരണം വീട്ടിലത്തെ ജോലിയും പുറത്തത്തെ വർക്കും ഈ ഒരു യൂട്യൂബ് ചാനലും പിന്നെ 4 മക്കളുണ്ട് എനിക്ക്. ഈ 4 മക്കളെ കാര്യങ്ങൾ നോക്കലും വീട് നോക്കലും ഒക്കെ കൂടെ ആയിട്ട് തിരക്കാവും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ കമൻറ്റിനൊക്കെ റിപ്ലൈ തരാൻ വൈകും. എന്നാലും വൈകിയാലും ഞാൻ എല്ലാവരുടെ കമൻറ്റിനും മാക്സിമം റിപ്ലൈ തരാൻ നോക്കലുണ്ട്.
അപ്പോൾ ആർക്കും എന്നോടൊന്നും തോന്നരുത്. ചില ആൾക്കാർ ഈ പാത്രങ്ങൾ കിട്ടുന്ന വീഡിയോസ് മാത്രമേ കാണുള്ളൂ, ബാക്കിയുള്ള വീഡിയോസൊന്നും അങ്ങനെ കാണൂലല്ലോ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം, സ്ഥിരമായിട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരാണ് കമൻറ്റ് ബോക്സിൽ മുൻപന്തിയിൽ വരിക. അപ്പോൾ അവർക്ക് അങ്ങനെ ഓരോരുത്തർക്ക് അയച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ താഴെ വരുന്നവർക്കൊക്കെ ഞാൻ അയച്ചു തരും ഇൻഷാ അല്ലാ. എന്താ തരാതെ കൂല എന്തായാലും. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ആയിട്ടോ. ചോറും കൂട്ടാനൊക്കെ അതിൻ്റെ ഇടയിൽ ഒക്കെ റെഡിയാക്കി പെട്ടെന്ന് തന്നെ ആക്കി പയറുപ്പേരിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ കറിയായി, പിന്നെന്താ മീൻ വറുത്തതും, പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. തേങ്ങയും അതിക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ ഉപ്പും നാരങ്ങ നീരും കേട്ടോ. ചെറുനാരങ്ങൻ്റെ നീര് ഇട്ടുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി വെക്കൊണ്ട്. പിന്നെ പുതിനയില ഇട്ടിക്കണം കേട്ടോ, 2 പുതിനയില ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാട്ടോ. അല്ലെങ്കിലും ചെറുനാരങ്ങൻ്റെ നീര് എന്ത് കിട്ടാലും ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവും. അപ്പോൾ ദാ ഞാൻ ഈ തേങ്ങാ ചമ്മന്തി ആണ് കേട്ടോ പറഞ്ഞത്. ഇപ്പോൾ ഞാനിപ്പോൾ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തല്ലോ. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ തിന്നാണ് കേട്ടോ. ടേബിൾ മേക്ക് ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിഞ്ചുമോളും ഞാനും ചോറ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബാബുവേട്ടനോട് ചോറ് തിന്നാൻ വരാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ മസാല ദോശ തിന്നിട്ട് പഴിച്ചിട്ടില്ല പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടാളും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും രാവിലെ 2 മസാല ദോശ കഴിച്ചതാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടേന് സ്റ്റോക്ക് റൂമിക്ക് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്ന് ഞാൻ. അങ്ങനെ ഇതാ ഇപ്പോൾ വൈകുന്നേരമായിട്ടോ. വൈകുന്നേരമായപ്പോൾ ഇതാ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തെങ്ങിനൊക്കെ തടം തുറന്ന് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ആട്ടുംകാഷ്ടൊക്കെ ഇട്ടാലേ തെങ്ങിന് നല്ലതാട്ടോ. നമ്മളെ താഴെ ഭാഗത്തൊരു തെങ്ങുണ്ട്, അതിന് കായൊക്കെ ഉണ്ടാവലുണ്ട്. അതിന് വളം ആട്ടുംകാഷ്ടൊക്കെ ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ അതേപോലെ ഇതിനൊക്കെ വളം ഇട്ട് കൊടുത്തിക്കണ്. ഇതിൽ നടുഭാഗത്തുള്ള തെങ്ങുണ്ടല്ലോ, അത് ഞാൻ 3 വർഷം കൊണ്ട് കായ്ക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ തൈ വാങ്ങിയാണ്ട് അങ്ങനെ കുഴിച്ചിട്ടതാട്ടോ. അപ്പോൾ അത് കുഴിച്ചിട്ടിട്ട് 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കായ്ച്ചിട്ടൊന്നുമില്ല. അപ്പം ഇനി അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേന് കായ്ക്കോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ തെങ്ങിന് തടമൊക്കെ തുറന്നാണ്. പിന്നെ അതേപോലെ തോടും വൃത്തിയാക്കി കിട്ടിയിട്ടോ. തോടിൻ്റെ എവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അപ്പുറത്തെ തൊടിയിൽ നിന്ന് കുറേ വള്ളികളൊക്കെയാണ് പടർന്നിട്ടേ വെള്ളം ശരിക്കും ഒലിച്ച് പോവില്ല. എന്താ അവിടെ കെട്ടി കടന്നിട്ട് അങ്ങനെ ഈ ഭാഗത്തേക്ക് മക്കളെ ഞാൻ പറഞ്ഞയക്കൽ തന്നെയല്ല കേട്ടോ. മക്കൾ ചിലപ്പോൾ ഈ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് ഇവിടെ, അപ്പോൾ അതൊക്കെ ചാടുമ്പോൾ അതൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ തൊടുക്കൊക്കെ വൃത്തിയാക്കി കിട്ടിയപ്പോൾ തന്നെ വല്ലാത്തൊരു സമാധാനം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.